ഇന്നലെ രാത്രി 9 മണിയോടെയാണ് ആക്രമണങ്ങളുടെ തുടക്കം. വെള്ളറട കണയന്നൂർ റോഡിലൂടെ പോകുന്നവരെ ഒരു സംഘം തടഞ്ഞു നിർത്തി. ശേഷം ബലം പ്രയോഗിച്ച പണവും മൊബൈൽ ഫോണുകളും പിടിച്ചുപറിച്ചു. വന്ന വണ്ടിക്കാരൻ പോയ വണ്ടിക്കാരൻ ദേഹോത്തരം ചെയ്യും, അടിക്കുകയും വെട്ടുകയും വെട്ടുകൊണ്ട് ആറുകാണിലുള്ള ഭാര്യയും ഭർത്താവ് വന്ന അപ്പനും മകൾ വന്ന ആളിനെ വെട്ടി ആളുകൾ മെഡിക്കൽ കോളേജിൽ കൊണ്ടുവരും നെയ്യാറ്റിക്കര ആശുപത്രിയിലാണ്. ജോലി കഴിഞ്ഞ് വരികയായിരുന്ന കൺസ്യൂമർ ഫെഡ് ജീവനക്കാരി സരിതയ്ക്കും ഭർത്താവിനും മർദ്ദനമേറ്റു. 3 അംഗ സംഘം വഴിയിൽ തടഞ്ഞു നിർത്തുകയും ബൈക്കിൻ്റെ കീ ഊരി എടുക്കുകയും ഹസ്ബൻഡിൻ്റെ ഫോൺ പിടിച്ച് വാങ്ങിച്ച് അപ്പം തിരിച്ച് ഫോൺ ചോദിച്ചപ്പോഴാണ് ഹസ്ബൻഡിനെ മർദ്ദിക്കുകയും ഞാൻ പിന്നെ ഇവരുടെ കാല് പിടിച്ച് പറഞ്ഞിട്ടാണ് ഹസ്ബൻഡിനെ ഇവർ വെറുതെ വിട്ടത്. തമിഴ്നാട് ആറുകാണി സ്വദേശിയായ പാസ്റ്റർ അരുൾദാസിനെയും സംഘം വെട്ടിപ്പരിക്കേൽപ്പിച്ചു. വണ്ടി നിർത്തണമെന്ന് പറഞ്ഞ് വണ്ടി നിർത്തിപ്പിച്ചിട്ട് എൻ്റെ ഹെൽമെറ്റിനെ വലിച്ചൂരി നീ ആടാന്ന് ചോദിച്ചു. നീ ഇവിടുത്തെ അറിയുന്നത് ഞാൻ ആറുകാണിയിലുള്ള നീ ആറുകാണിക്കാരനാണെന്ന് പറഞ്ഞു. എന്നെ ചോദിക്കുന്നു. ഞാൻ അല്പം മുൻപോട്ട് വണ്ടി എടുക്കാൻ വേണ്ടി നിന്നതും 3 പേരും കൂടെ വണ്ടി വിടാതെ വണ്ടി തടഞ്ഞു. വീടുകളുടെ ജനലുകൾ കല്ലെറിഞ്ഞ് തകർത്തു. മുറ്റത്ത് നിർത്തിയിട്ടിരുന്ന വാഹനങ്ങൾ അടിച്ചു തകർത്തു. വാതിൽ ചാടി ഉടനെ പെട്ടെന്ന് നിങ്ങൾ കയറി വന്നു അവന്മാര്. ഞാൻ വാതിൽ പൂട്ടിയത് കൊണ്ട് നമുക്കൊന്നും പറ്റിയില്ല. നാട്ടുകാർ ഓടിക്കൂടിയതോടെ സംഘം ബൈക്കിൽ കടക്കുകയായിരുന്നു. സംഘത്തിലുണ്ടായിരുന്ന 17-കാരനെ വെള്ളറട പോലീസ് രാത്രി തന്നെ കസ്റ്റഡിയിലെടുത്തു. തിരുവനന്തപുരത്തെ ഗുണ്ട ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ റെയ്ഡുമായി പോലീസ്. നേമത്ത് നടന്ന റെയ്ഡിൽ കാക്കാമൂല സ്വദേശി അഖിലിനെ നേമം പോലീസ് കസ്റ്റഡിയിലെടുത്തു. ലഹരി മാഫിയ സംഘങ്ങളെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുകയാണെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ CH നാഗരാജ് പറഞ്ഞു. ഇന്ന് രാവിലെ പുലർച്ചെ 6 മണി തൊട്ട് ഈ ആന്റി സോഷ്യൽസിന്റെ ചെക്കിങ്ങും അവരുടെ വീടുകളുടെ റെയ്ഡ് ഒക്കെ നമ്മളെ തുടങ്ങിയിട്ടുണ്ട്. ഇതിന്റെ മെയിൻ ഉദ്ദേശം ഈ ഡ്രഗ്സിന്റെ എതിരെയും ഈ ആന്റി സോഷ്യൽസിന്റെ ഗാങ്സിന്റെ എതിരെയും ഓർഗനൈസ്ഡ് ക്രൈമിന്റെ എതിരെയാണ്. ഗുണ്ടാവേട്ടയുടെ ഭാഗമായി ഓപ്പറേഷൻ ഡി ഹണ്ട് സംസ്ഥാന വ്യാപകമായി നടപ്പിലാക്കാനാണ് പോലീസ് നീക്കം. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.